ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്രയ്ക്ക് ഇന്ന് കാസർഗോഡ് തുടക്കമാവുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംഘടനയെ സജ്ജമാക്കുകയാണ് യാത്രയുടെ ലക്ഷ്യം. ഓരോ ലോക്സഭാ മണ്ഡലത്തിലും നിശ്ചയിക്കപ്പെട്ട സ്ഥലങ്ങളിലൂടെയായിരിക്കും പദയാത്ര കടന്നുപോവുക. മോദി സർക്കാരിന്റെ വികസന നേട്ടങ്ങളും അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠയും ഉയർത്തിക്കാട്ടും. മോദിയുടെ ഗ്യാരണ്ടി പുതിയ കേരളം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ബി.ജെ.പി. നേതൃത്വം നൽകുന്ന എൻ.ഡി.എ മുന്നണി തയ്യാറെടുക്കുകയാണ്. തെരഞ്ഞെടുപ്പിന്റെ പ്രാരംഭ പ്രവർത്തനമെന്ന നിലയിലാണ് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ കേരള പദയാത്ര. ഇന്ന് വൈകുന്നേരം 3 മണിക്ക് കാസർകോട്ട് ബി.ജെ.പി. ദേശീയ അധ്യക്ഷൻ ജെ.പി. നദ്ദയാണ് യാത്രയുടെ ഉദ്ഘാടനം നിർവഹിക്കുക. എൻ.ഡി.എ നേതാക്കളായ തുഷാർ വെള്ളാപ്പള്ളിയും സി.കെ. ജാനുവും പദയാത്രയുടെ ഭാഗമായി പങ്കെടുക്കുന്നുണ്ട്. ഓരോ ലോക്സഭാ മണ്ഡലങ്ങളിലും നിശ്ചയിക്കപ്പെട്ട സ്ഥലങ്ങളിലായിരിക്കും പദയാത്ര. മോദി സർക്കാരിന്റെ വികസന നേട്ടങ്ങളും അയോധ്യ രാമക്ഷേത്ര നിർമ്മാണവുമാണ് പ്രധാനമായും സംസാരിക്കുക. കേരളത്തെ സാമ്പത്തികമായി കേന്ദ്ര സർക്കാർ ഞെരുക്കുന്നുവെന്ന LDF സർക്കാരിന്റെ വിമർശനത്തെ പ്രതിരോധിക്കാനുള്ള രാഷ്ട്രീയ മറുപടിയും പ്രതീക്ഷിക്കാം. 3 സീറ്റുകൾ ലക്ഷ്യം വെച്ചുള്ള തിരഞ്ഞെടുപ്പ് തന്ത്രമാണ് ബി.ജെ.പി. ആവിഷ്കരിച്ചിരിക്കുന്നത്. കാസർഗോഡും തൃശൂരും തിരുവനന്തപുരവുമാണ് ഏറ്റവും സാധ്യത കൽപ്പിക്കുന്ന മണ്ഡലങ്ങൾ. ഈ മണ്ഡലങ്ങളിലൂടെ യാത്ര കടന്നു പോകുമ്പോൾ യാത്രയുടെ സ്വഭാവത്തിൽ എന്തു മാറ്റമാണ് ഉണ്ടാവുക എന്നതും ശ്രദ്ധേയമാണ്. റിപ്പോർട്ടർ, കാസർഗോഡ്. അർജുൻ കല്യാണാണ് വിവരങ്ങൾ വായിച്ചിരുന്നത്. അർജുൻ, നിലവിൽ ജെ.പി. നദ്ദ അടക്കം ഉള്ള മുതിർന്ന നേതാക്കൾ ഇന്ന് കാസർഗോട്ടേക്ക് എത്തുന്നുണ്ട്. വികസനം മുൻനിർത്തി തന്നെയാണ് പദയാത്ര സംഘടിപ്പിക്കുന്നത് എന്നാണ് ബി.ജെ.പി. പറയുന്നത്. എന്തൊക്കെയാണ് ക്രമീകരണങ്ങൾ, എന്തൊക്കെയാണ് ഒരുക്കങ്ങൾ? ദിനേശ്, അതായത് ഇന്ന് വൈകുന്നേരം 3 മണിക്കാണ് ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നേതൃത്വം നൽകുന്ന കേരള പദയാത്ര കാസർഗോഡ് നിന്നും ആരംഭിക്കുക. ബി.ജെ.പിയുടെ ദേശീയ അധ്യക്ഷൻ ജെ.പി. നദ്ദ ഉദ്ഘാടനം നിർവഹിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ബി.ജെ.പി. മോദി സർക്കാരിന്റെ 7 വർഷത്തെ തിരഞ്ഞെടുപ്പ് പ്രചരണം കൃത്യമായ, അല്ലെ വികസന നേട്ടങ്ങൾ കൃത്യമായ രീതിയിൽ കേരളത്തിൽ ചർച്ചയാക്കുക. കേരളത്തിൽ പ്രധാനമായും ഇടതുപക്ഷ സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുള്ള ദേശീയപാത വികസനവും അതുപോലെ മറ്റ് വികസന പദ്ധതികളുമെല്ലാം കേന്ദ്ര സർക്കാരിന്റെ കൂടി പങ്കാളിത്തത്തിലാണ് നടപ്പിലാക്കിയിട്ടുള്ളത് എന്ന കാര്യം വളരെ വ്യക്തമായി തന്നെ ജനങ്ങളെ അറിയിക്കുക എന്ന ഒരു ലക്ഷ്യം കൂടിയുണ്ട്. അതിന് പുറമെ തന്നെ ഇപ്പോൾ ദേശീയ തലത്തിൽ തന്നെ ബി.ജെ.പി. തെരഞ്ഞെടുപ്പ് പ്രചരണ തന്ത്രമായി ഉപയോഗിക്കുന്ന അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളും വളരെ വ്യക്തമായി കേരളത്തിലെ ജനങ്ങളെ ചർച്ച ചെയ്യുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിന്റെ ഭാഗമായി പ്രധാനമായും ചർച്ചാ വിഷയമാവുക എന്ന കാര്യത്തിൽ ഏകദേശം വ്യക്തത വന്നിട്ടുണ്ട്. എങ്കിൽ കൂടി കേരളത്തിൽ ഇടതുപക്ഷ സർക്കാർ കേരള സർക്കാരിനെ വളരെ സാമ്പത്തികമായി ഞെരുക്കുന്നു എന്ന പ്രചരണം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. അതിലെ ഒരു മറു പ്രചരണ തന്ത്രം കൂടി ആവിഷ്കരിക്കുമെന്ന കാര്യത്തിൽ തർക്കമുണ്ടാവില്ല. അതിൽ എന്ത് മറുപടിയാണ് അല്ലെങ്കിൽ എന്ത് വിശദീകരണമാണ് ഈ ജാഥയുടെ ഭാഗമായി ഉണ്ടാവുക എന്നതും വളരെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. കാസർഗോഡ് മണ്ഡലത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. ഓരോ മണ്ഡലങ്ങളിലും പദയാത്ര സംസ്ഥാന അധ്യക്ഷന്റെ നേതൃത്വത്തിൽ കാൽനടയായി തന്നെ നിശ്ചയിക്കപ്പെട്ട സ്ഥലങ്ങളിൽ പദയാത്ര സംഘടിപ്പിക്കുക. അത് ജനങ്ങളെ നേരിൽ കണ്ടുകൊണ്ട് തന്നെ കാര്യങ്ങൾ അവതരിപ്പിക്കുക എന്നുള്ള ഒരു തന്ത്രത്തിന്റെ കൂടി ഭാഗമായിട്ടാണെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ഓരോ മണ്ഡലങ്ങളിലും നിശ്ചയിക്കപ്പെട്ട സ്ഥലങ്ങളിൽ പദയാത്ര സംഘടിപ്പിക്കുന്നു. അതിന് പുറമെ തന്നെ കൃത്യമായ രീതിയിൽ ഓരോ സ്ഥലങ്ങളിലും ബി.ജെ.പിയുടെ പ്രാദേശിക പ്രവർത്തകർ ഈ ജാഥയുടെ പ്രചരണവുമായി ബന്ധപ്പെട്ട് കൊണ്ട് വീടുകൾ കയറി അല്ലെങ്കിൽ അത്തരത്തിൽ ആൾക്കൂട്ടം ഉണ്ടാകുന്ന സ്ഥലങ്ങളിലെല്ലാം പ്രചരണങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഒരു നടപടിയാണ് ഇപ്പോൾ എന്തായാലും സ്വീകരിക്കുന്നത്. ഇന്ന് വൈകുന്നേരം 3 മണിക്കാണ് ജാഥയുടെ ഉദ്ഘാടനം നടക്കുക. അതിന് മുന്നേ തന്നെ രാവിലെ 8 മണിക്ക് മധൂർ സിദ്ധിവിനായക മദനന്തേശ്വര ക്ഷേത്രത്തിൽ കെ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ ക്ഷേത്ര ദർശനം നടത്തുന്നുണ്ട്. അതിനുശേഷം 10:30 പത്രസമ്മേളനം, ജാഥയുടെ മുഴുവനായിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം വിശദീകരിക്കുകയും ചെയ്യും. എങ്ങനെയാണ്, ഏത് രീതിയിലാണ് ജാഥ ക്രമീകരിക്കുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ 10:30 നടക്കുന്ന പത്രസമ്മേളനത്തിലായിരിക്കും കെ സുരേന്ദ്രൻ വിശദീകരിക്കുക. അതിനുശേഷം കാസർഗോഡ് മണ്ഡലത്തിലെ പൗരപ്രമുഖർ എന്ന രീതിയിൽ തന്നെ ക്ഷണിക്കപ്പെട്ട അതിഥികളുമായി സാമുദായിക നേതാക്കളും ഒക്കെയായി ഒരു കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. അതിനുശേഷമായിരിക്കും ഉദ്ഘാടന പരിപാടി നടക്കുക. എന്തായാലും തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തേക്ക് ബി.ജെ.പി. കടക്കുകയാണ്. വലിയ രീതിയിൽ ബി.ജെ.പി. ഇത്തവണ 3 മണ്ഡലങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പ്രചരണം നടത്താൻ വേണ്ടി ഉദ്ദേശിക്കുന്നതെന്നാണ് മനസ്സിലാക്കുകയും ചെയ്യുന്നത്. കാസർഗോഡ്, തിരുവനന്തപുരം, അതിൽ ഏറ്റവും മുന്നണിയിൽ നിൽക്കുന്നത് തൃശൂർ മണ്ഡലത്തിലാണ്. തൃശൂർ മണ്ഡലത്തിൽ ഏകദേശം ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥി ആരാവും എന്ന കാര്യത്തിലെല്ലാം വ്യക്തത വന്നിട്ടുണ്ട്. എന്നാൽ കാസർഗോഡും തിരുവനന്തപുരവും തൃശ്ശൂരിനോടൊപ്പം തന്നെ ഒരു മുൻ സാധ്യതാ പട്ടിക എന്ന രീതിയിൽ ഒരു വിജയ സാധ്യത കൽപ്പിക്കുന്ന മണ്ഡലങ്ങളുടെ പട്ടികയിൽപ്പെടുത്തിക്കൊണ്ട് ആ പ്രദേശങ്ങളിൽ, ഈ മണ്ഡലങ്ങളിൽ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള തിരഞ്ഞെടുപ്പ് തന്ത്രമാണ് ആവിഷ്കരിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ മണ്ഡലങ്ങളിലൂടെ ഈ കേരള പദയാത്ര കടന്നു പോകുന്ന സമയത്ത് എന്തൊക്കെ തരത്തിലുള്ള പ്രത്യേകതകൾ ഉണ്ടാവും എന്നും വളരെ ശ്രദ്ധേയമായി വീക്ഷിക്കേണ്ടുന്ന കാര്യമാണ്.
3 മണിക്കാണ് ഇന്നത്തെ ജാഥയുടെ ഉദ്ഘാടനം നിശ്ചയിച്ചിരിക്കുന്നത്. JP നദ്ദയാണ് ഉദ്ഘാടകനായി പങ്കെടുക്കുമെന്ന് അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. തിരഞ്ഞെടുപ്പിന്റെ ശരി, ആവേശത്തിൽ ഒരു ബിജെപിയുടെ പ്രാരംഭ കേരള പ്രവർത്തനത്തിന് പദയാത്ര ഇന്ന് തുടക്കം കുറിക്കുകയാണ്. കാസർഗോഡ് നിന്നാണ് കെ സുരേന്ദ്രൻ നയിക്കുന്ന യാത്ര തുടക്കമാകുന്നത്. JP നദ്ദയായിരിക്കും ഉദ്ഘാടനം ചെയ്യുക. അർജുനാണ് വിവരങ്ങൾ നൽകിയത്.